ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സാദിഖ് കൊല്ലം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ടൂറിസ്റ്റ് ബസ്സുകളുടെ വീഡിയോ ഒന്നുമല്ല, മറിച്ച് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു മിനി ബസ്സിൻ്റെ വീഡിയോയാണ്. അപ്പോൾ മിനി ബസ്സുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഒരുപാട് മിനി ബസ്സുകളുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ടൂറിസ്റ്റ് ബസ്സുകളെക്കാൾ ഏറെ മിനി ബസ്സുകളിൽ യാത്ര ചെയ്ത ഒരാളാണ് ഞാൻ. അപ്പോൾ മിനി ബസ്സുകളെ കുറിച്ച് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നാളായി. ഇങ്ങനെ ഏത് ചെയ്യും എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മളെ വീടിൻ്റെ പരിസരത്തൊക്കെ തന്നെ ഒരുപാട് മിനി ബസ്സുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ ഇടയ്ക്ക് ഒരു വീഡിയോ കാണാൻ ഇടയായത്. വീഡിയോയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളെ കൊമ്പൻ്റെ അധോലോകത്തിൻ്റെ ഒരു മിനി ബസ്സിലേക്കുള്ള റീപ്ലേസ്മെൻറ്റ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു വണ്ടി. അപ്പോൾ ഈ വണ്ടിയുടെ പേരെന്ന് പറഞ്ഞാൽ അജ്മീർ ഹാജ എന്നാണ്. അപ്പോൾ ആ വണ്ടിയുടെ വിശേഷങ്ങളും വീഡിയോസും എല്ലാമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവെക്കാൻ പോകുന്നത്. അപ്പോൾ കൂടുതലായൊന്നും പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. നമസ്കാരം, ഞാൻ ദീപു. ടീം അജ്മീർ ഹാജയുടെ ഒഫീഷ്യൽ ലോഗോ ലോഞ്ചിങ് നാളെ ഈവനിങ് 7:30-ക്കാണ്. എല്ലാവിധ ആശംസകളും ഫ്രം ടീം കൊമ്പൻ. താങ്ക് യു. ചെറുതാണെങ്കിൽ പോലും ആകർഷിപ്പിക്കുന്ന ഒരു കഥ അജ്മീർ ഹാജ എന്ന് പറയുന്ന ഈ വണ്ടിയുടെ പിറകിലുമുണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ വീഡിയോയുടെ തുടർച്ചയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് വണ്ടിയുടെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. തിരുവനന്തപുരം ജില്ലയിലെ നേമം വെള്ളായനിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വണ്ടിയാണ് അജ്മീർ ഹാജ എന്ന് പറയുന്നത്. അപ്പോൾ മറ്റ് മിനി ബസ്സുകൾ ഒരുപാടുണ്ടെങ്കിലും ഞാൻ ഈ വണ്ടിയെ തന്നെ സെലക്ട് ചെയ്യാനുണ്ടായ കാര്യം എന്താണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. അപ്പോൾ അത് തന്നെയാണ് കൊമ്പൻ അധോലോകത്തിൻ്റെ മിനി ബസ്സിലേക്കുള്ള ഒരു റീപ്ലേസ്മെൻ്റ് എന്നൊക്കെ നമുക്ക് ഈ വണ്ടി വിശേഷിപ്പിക്കാം. കാരണം എന്ന് പറഞ്ഞാൽ ഒരു മഹേന്ദ്ര കോസ്മോ മോഡൽ വണ്ടിയാണ് അജ്മീർ ഹാജയുടെ ഈ വണ്ടി. ഈ വണ്ടിയുടെ എഡിഷൻ നെയിം എന്ന് പറഞ്ഞാൽ ധാരാവി എന്നാണ്. പക്ഷേ ഈ വണ്ടിയാണെങ്കിൽ ഒരു BMR ബോസ് ഫ്രണ്ടും അതോടൊപ്പം അധോലോകത്തോട് സാമ്യമുള്ള സ്റ്റിക്കർ വർക്കും ചെയ്ത് ഒരു കുട്ടി അധോലോകമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അതുതന്നെയാണ് ഈ വീഡിയോയുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യവും ഈ വണ്ടിയുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യവും. അപ്പോൾ നമുക്ക് അജ്മീർ ഹാജയുടെ ഓണറെ പരിചയപ്പെടാം. അസീസ് ഖായാണ് അജ്മീർ ഹാജയുടെ ഓണർ എന്ന് പറയുന്നത്. പക്ഷേ അജ്മീർ ഹാജ എന്ന ഒരു സാധാരണ മഹേന്ദ്ര കോസ്മോ എന്ന വണ്ടി അധോലോകം എന്ന കേരളത്തിൽ ഒട്ടേറെ ആരാധകരുള്ള കൊമ്പൻ്റെ ഒരു വണ്ടിയുടെ സാമ്യമുള്ള വണ്ടിയായി മാറാൻ ഒരു കഥയുണ്ട്. ആ കഥയെന്ന് പറഞ്ഞാൽ പക്ഷേ നമ്മൾ അസീസ് ഖായുടെ കഥയല്ല, അസീസ് ഖായുടെ മോനായ ഹാജയുടെ കഥയാണ്. നമ്മളുടെ കഥാനായകനായ ഹാജ 7-ലോ 8-ലോ പഠിക്കുന്ന കാലത്ത് അവരുടെ വീട്ടിൻ്റെ അടുത്ത് വെള്ളായനിയുടെ സമീപ പ്രദേശത്ത് ഉണ്ടായിരുന്ന ഒരു വണ്ടിയായിരുന്നു സ്വന്തം എന്ന് പറയുന്ന വണ്ടി. അപ്പോൾ കുട്ടിക്കാലം മുതലേ കണ്ട് ആ വണ്ടിയുടെ ഒരു കട്ട ഫാനായിരുന്നു, കട്ട ആരാധകനായിരുന്നു നമ്മളുടെ കഥാനായകൻ ഹാജ എന്ന് പറയുന്നത്. അപ്പോൾ ആ വണ്ടി ഇതിനിടയിൽ കുറേ കൈകൾ മറിഞ്ഞു പോയി. അപ്പോൾ ഈ വണ്ടി അവസാനം വന്നെത്തിയത് ഭദ്രമായ ദീപു ചേട്ടൻ്റെ കൈകളിലാണ്. ദീപു ചേട്ടനാണെങ്കിൽ ഈ വണ്ടിയിൽ അടിമുടി മാറ്റങ്ങൾ വരുത്തി എന്ന് പറഞ്ഞാൽ ദീപു ചേട്ടൻ അധോലോകം എന്ന വണ്ടിയിൽ കൂടി കേരളത്തിലെ എല്ലാ ടൂറിസ്റ്റ് ബസ് പ്രേമികൾക്കും ആരാധകർക്കും എല്ലാവർക്കും ഒരു മാതൃക കാണിച്ചു തന്നെയായിരുന്നു. എന്താണെന്ന് പറഞ്ഞാൽ വണ്ടി എങ്ങനെ കാണികളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നതിലാണ് കാര്യം, അതിലാണ് വിജയം എന്ന് ദീപു ചേട്ടൻ തെളിയിച്ച ഒരു കാര്യമായിരുന്നു. അങ്ങനെ ദീപു ചേട്ടൻ ആ വണ്ടി സ്വന്തത്തിൻ്റെ വണ്ടി എടുത്ത് കിടിലമായിട്ട് പണിഞ്ഞ് BMR ബോസിൻ്റെ ഫ്രണ്ടൊക്കെ കയറ്റി കിടിലമായിട്ട് അധോലോകം എന്ന എഡിഷൻ നെയിമിൽ അവതരിപ്പിച്ചു. നമ്മളെ ഹാജയ്ക്കാണെങ്കിൽ അതുപോലൊരു വണ്ടി സ്വന്തമാക്കണം, അല്ലെങ്കിൽ ആ വണ്ടി തന്നെ സ്വന്തമാക്കണം എന്നൊരു മോഹം ഇങ്ങനെ ഉള്ളിൽ വളർന്നു വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഹാജയാണെങ്കിൽ ഒരു ബുള്ളറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ ഇങ്ങനെ സ്വരുക്കൂട്ടി വെച്ചിരിക്കുകയായിരുന്നു. ഏകദേശം 2 ലക്ഷം രൂപയോളം ആയപ്പോൾ ഹാജ ബുള്ളറ്റ് മേടിക്കാനായിട്ട് പോയി. അങ്ങനെ അഡ്വാൻസും കൊടുത്ത് വീട്ടിൽ വന്നപ്പോഴാണ് മഹേന്ദ്ര കോസ്മോയായ ഈ വണ്ടി കൊടുക്കാൻ ഇട്ടിരിക്കുകയാണ് എന്നൊരു വാർത്ത അറിയുന്നത്. അപ്പോൾ ഹാജ ആ ബുള്ളറ്റ് എന്ന സ്വപ്നം അവിടെ ഉപേക്ഷിച്ച് തൻ്റെ ബസ് എന്ന സ്വപ്നത്തിലേക്ക് കടക്കുകയായിരുന്നു. ഹാജയും ബാപ്പായും കൂടെ ആ വണ്ടി മേടിക്കുന്നു.
മേടിച്ചിട്ട് മഹേന്ദ്ര കോസ്മോയായ ആ വണ്ടിയിൽ തനിക്ക് നടക്കാതെ പോയ അധോലോകം പോലുള്ള ഒരു വണ്ടി ആ വണ്ടിയിൽ റീപ്ലേസ് ചെയ്യുകയായിരുന്നു. ഹാജ ആ വണ്ടിയിൽ BMR ബോസ് ഫ്രണ്ട് കയറ്റുന്നു. അധോലോകത്തോട് സാമ്യമുള്ള സ്റ്റിക്കർ വർക്ക് ചെയ്യുന്നു. അന്ന് ഹാജ എന്ന് പറഞ്ഞാൽ ആ വണ്ടിയുടെ ഒരു കട്ട ആരാധകനാണ്. പക്ഷേ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് ഡിസൈനിലും മറ്റും. ഈ ധാരാവി എന്ന വണ്ടി കൂടാതെ 2 വണ്ടികൾ കൂടി നമ്മളുടെ അജ്മീർ ഹാജ എന്ന് പറയുന്ന വണ്ടിക്കാർക്കുണ്ട്. അതിൻ്റെയൊക്കെ എഡിഷൻ നെയിം ഞാനൊന്ന് പറയാം. പുലിക്കാട്ടിൽ ചാർലി, സുൽത്താൻ, പിന്നെ നമ്മളുടെ ധാരാവി. ഈ 3 വണ്ടികളുമാണ് ഇപ്പോൾ അജ്മീർ ഹാജയ്ക്ക് നിലവിലുള്ളത്. പിന്നെ ഈ വണ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു മിനി ബസ്സിൻ്റെ സെഗ്മെൻറ്റിൽ ഒട്ടേറെ ആരാധകരുള്ള ഒരു വണ്ടിയാണ് അജ്മീർ ഹാജ എന്ന് പറയുന്നത്. ഒരു 2 ട്രിബ്യൂട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റോറി വീഡിയോ ചെയ്ത് നിർത്തിയിട്ട് നമ്മളൊരു സീരീസ് ചെയ്യാൻ പോവുകയാണ്. സീരീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു സീരീസാണ് ഞാനിങ്ങനെ പ്ലാൻ ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും അത് മാക്സിമം നമ്മളുടെ കേരളത്തിൽ പ്രകാശിൽ നിന്നിറങ്ങിയ വണ്ടികൾ, പിന്നെ പുത്തൻ ആശയങ്ങൾ അവതരിപ്പിച്ച 10 വണ്ടികൾ, ഇതിനെയൊക്കെ കുറിച്ച് നമ്മൾ ഒരു 4 പാർട്ടുകളായിട്ട് 2 സീരീസുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒരു പുതിയ സീരീസുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ തുടർന്നും എല്ലാം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയാറുള്ള പോലെ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. നല്ല രീതിയിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എൻ്റെ ഇൻസ്റ്റഗ്രാം ID ആണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് കയറി ഫോളോ ചെയ്യുക. പിന്നെ എപ്പോഴും പറയാറുള്ള പോലെ മച്ചാന്മാരെ, നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ദാണ്ട് ഈ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് തരാം. വീണ്ടും കാണുന്നവരെ ബൈ ഗൈസ്, ഇറ്റ്സ് മീ സാദിഖ് സൈനിങ് ഓഫ്. ബൈ ബൈ.